വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 59-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് ജബ്ബാറിൻ്റെ ചില വിഡ്ഢിത്തങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറയുകയുണ്ടായി. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, ദൂതനെ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. നിങ്ങൾ വല്ല കാര്യത്തിലും അഭിപ്രായ ഭിന്നതയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഇത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. അതാണ് ദാലിക ഖൈർ, ഉത്തമവും വഹ്സനു തഅ്വീല, ശുഭ പരിണതിയാൽ ഏറ്റവും നന്നായിട്ടുള്ളതും എന്നാണ് ഈ ആയത്തിൻ്റെ സൂക്തത്തിൻ്റെ അർത്ഥം. ഇതിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ അത് സാധ്യമാവുകയുള്ളൂ എന്നാണ് ജബ്ബാറിൻ്റെ ഒരു ചോദ്യം. അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചില സംഗതികൾ പറഞ്ഞത്. ജബ്ബാറിൻ്റെ വിഡ്ഢിത്തപരമായ പരാമർശവുമായി ബന്ധപ്പെട്ട്, അതായത് റസൂൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നത് അയാളുടെ ആശയത്തിലൂടെ ആണ് എന്ന് പൊതുവിൽ മാനവകുലം അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. ആൾ മരിച്ചിട്ടുണ്ടാവും, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആശയം അത് ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിലൂടെ സമൂഹത്തിൽ സജീവനായി നിലകൊള്ളുന്നു എന്നാണ് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ജബ്ബാറും ആളുകളും അത് അംഗീകരിക്കുകയില്ല. കാരണം ഇസ്ലാമിനോട് റസൂലിനോടൊക്കെയുള്ള അടങ്ങാത്ത പകഞ്ഞു പോകുന്ന വിദ്വേഷമാണ് ജബ്ബാറിനെ പോലുള്ള ആളുകളെ അതിനെ പ്രേരിപ്പിക്കുന്നത്. തുടർന്ന് ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങൾ വല്ല കാര്യത്തിലും തർക്കത്തിലേർപ്പെട്ടാൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിൽ അകപ്പെട്ടു പോയാൽ അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. ഈ മടക്കുന്നത് എങ്ങനെയാണ് എന്ന് ഖുർആൻ പറയുന്നില്ല എന്നാണ് ജബ്ബാറിൻ്റെ പരാതി. ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തെടുക്കുകയും എന്നിട്ട് അതിന് മലയാളികളായിട്ടുള്ള വ്യാഖ്യാനക്കാർ അല്ലെങ്കിൽ പരിഭാഷകർ അവർ നൽകിയിട്ടുള്ള പരിഭാഷയും അതിൻ്റെ വിശദീകരണമൊക്കെ വായിച്ചിട്ട് പിന്നെ ജബ്ബാറിന് തോന്നിയത് വിളിച്ചു പറയാനുള്ളതാണ് ജബ്ബാറിൻ്റെ രീതി. കാരണം ജബ്ബാറിന് അതേ സാധ്യമാവും. ജബ്ബാർ ആ ഒരു രീതിയിലാണ് ഖുർആൻ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും എന്നത് മാത്രമല്ല, ഖുർആനിനെ മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മലയാളികളുടെ മുമ്പിൽ താറടിച്ചു കാണിക്കാനും അതിൽ നിന്ന് സമൂഹത്തെ, ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് സമൂഹത്തെ തിരിച്ചുവിടാനുമാണ് ജബ്ബാർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ജബ്ബാറിൽ നിന്ന് മറ്റൊന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ ജബ്ബാർ ഇവിടെ ഈ വിഡിത്തത്തോടൊപ്പം ഒരു നുണ കൂടി പറയുന്നുണ്ട് എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചരിത്ര വസ്തുതകളെ മറച്ചുവെച്ചും മായ്ച്ചു കളഞ്ഞും ജബ്ബാർ പറയുന്ന തട്ടിവിടുന്ന നുണ എന്താണ്? ജബ്ബാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതോടുകൂടി യുദ്ധം തുടങ്ങിയതാണ്. അധികാരത്തെ സംബന്ധിച്ചുള്ള വടംവലി തുടങ്ങി, യുദ്ധം തുടങ്ങി, പിന്നെ വാളാണ് അവിടെ കാര്യം തീരുമാനിച്ചിട്ടുള്ളത്. ഏത് ചരിത്രമനുസരിച്ചാണ് ജബ്ബാർ ഇത് പറയുന്നത് എന്ന് വ്യക്തമാക്കേണ്ട ജബ്ബാറാണ്. ജബ്ബാറിനോട് ചോദിച്ചാൽ മറുപടി കിട്ടൂല, ജബ്ബാറെ വ്യക്തമാക്കില്ല. കാരണം കള്ളം പറഞ്ഞിട്ട് തൻ്റെ വാദഗതികൾ സ്ഥാപിച്ചെടുക്കാനുള്ളതാണല്ലോ ജബ്ബാറിൻ്റെ രീതിയും നയവും മാർഗവും ഒക്കെ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിൻ്റെ ശേഷം നബിയുടെ ഭൗതിക ജഡം മറമാടുന്നതിൻ്റെ മുമ്പ് തന്നെ തുടങ്ങി എന്നാണ് ജബ്ബാർ പറയുന്നത്. ലോകാടിസ്ഥാനത്തിൽ
ഒരു രാട്ടനായകൻ മരിക്കുമ്പോൾ ആ രാട്ടത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. അതുപോലും ജബ്ബാറിന് അറിയില്ലാന്നുള്ളതാണ് ഒരു സംഗതി. രണ്ടാമത്തേത്, ജബ്ബാർ ഇസ്ലാമിക രാട്ടത്തെ ഒരു രാട്ടമായിട്ട് അംഗീകരിക്കില്ല എന്നത് കൂടി ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു പ്രവാചകൻ എന്നതിലപ്പുറം ഒരു രാട്ടത്തിൻ്റെ നായകനും സർവ്വസൈന്യാധിപനും അവിടുത്തെ സർവ്വസൈന്യാധിപൻ്റെ പുറമെ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാ ന്യായാധിപന്മാർക്കും ഉപരിയായിട്ടുള്ള ന്യായാധിപനും, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എടുത്തു പറയാവുന്ന ഒരുപാട് സ്ഥാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രവാചകൻ എന്നുള്ള നിലക്ക് ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിക്കേണ്ടതും അള്ളാഹു അദ്ദേഹത്തെ കൊണ്ട് വഹിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ ഒരു രാട്ടനായകൻ മരിച്ചാൽ സാധാരണ ചെയ്യാറെന്താണ്? ആ രാട്ടനായകൻ്റെ ജഡം, ഭൗതിക ജഡം അടക്കം ചെയ്യുന്നതിന് മുമ്പ്, സംസ്കരിക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഭരണാധികാരിയെ ഏൽപ്പിക്കും, അതല്ലെങ്കിൽ എന്നേക്കുമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ളൊരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുക. ഇതാണ് ചെയ്യാറുള്ളത്. ലോകാടിസ്ഥാനത്തിൽ ഇന്നും നടക്കുന്ന സംഗതിയാണ്. ഇത് മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് നബിയുടെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിന് മുമ്പ് അവരധികാരത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തു എന്ന് പറയുന്നത് അതിശയോക്തിപരമായിട്ടോ അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള സംഗതിയായിട്ടോ ഒന്നും പറയേണ്ട ഒരു സംഗതിയല്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇസ്ലാമിക സമൂഹത്തിനൊരു നേതാവുണ്ടായിരിക്കണം എന്നത് ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ സമൂഹത്തെ പഠിപ്പിച്ചു പോന്നിട്ടുള്ള സംഗതിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതിന് മുമ്പ് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഒത്തുകൂടിയിട്ടുള്ളത്. അവിടെ വാളായിരുന്നുവോ, ജബ്ബാർ പറഞ്ഞ മാതിരി അവിടെ വാളായിരുന്നുവോ പ്രശ്നം പരിഹരിച്ചത് എന്ന് പരിശോധിച്ചാൽ അവിടെ ജനാധിപത്യ രീതിയിലുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ അൻസാറുകളും മുഹാജിറുകളും അവിടെ കൂടിയിട്ടുള്ള ആളുകൾ ജനാധിപത്യ രീതിയിലുള്ള വിശദമായിട്ടുള്ള ചർച്ച നടത്തി. അവിടെ ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയായിരുന്നു? അവിടെ അവരാരും വാളുമായിട്ട് വന്നിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. അതാണ് ചരിത്രം. ഈ ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ടാണ് ജബ്ബാർ തൻ്റെ വാദഗതികൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ചരിത്രത്തെ തന്നെ മറച്ചു വെക്കുക, ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് ഇവിടെ ജബ്ബാർ ഒന്നാമതായിട്ട് ചെയ്യുന്നത്. രണ്ടാമത്, അവിടെ നടന്ന ചർച്ചകളെ സംബന്ധിച്ച് ജബ്ബാർ മിണ്ടുന്നേയില്ല. കാരണം ഇതൊക്കെ പറയുന്ന ജബ്ബാർ അവിടെ നടന്ന ചർച്ചകളെ സംബന്ധിച്ചും വായിച്ചിട്ടുണ്ടാവും. പക്ഷേ വായിച്ചത് മൂപ്പർക്ക് താല്പര്യമുള്ളത് മാത്രം എടുത്തു പറയുക, അല്ലാത്തത് തമസ്കരിക്കുക. ഇത് മൂപ്പരുടെ സ്ഥിരം രീതിയാണ്. അപ്പോൾ അവിടെ ആരായിരിക്കണം ഭാവി ഭരണാധികാരി എന്നത് സംബന്ധിച്ച് മുഹാജിറുകളും അൻസാറുകളും വിശദമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അൻസാറുകൾ ഇത്രത്തോളം പറഞ്ഞു, രണ്ട് നേതാക്കന്മാർ നോട്ടെ, ഒരു നേതാവ് നിങ്ങൾ മുഹാജിറുകളിൽ നിന്നും ഒരു നേതാവ് ഞങ്ങൾ അൻസാറുകളിൽ നിന്നും. പക്ഷേ ഇതൊരു രാട്ടത്തെ സംബന്ധിച്ചിടത്തോളം സുഖകരമായി മുമ്പോട്ട് പോകാവുന്ന, ഗുണകരമായി മുമ്പോട്ട് പോകാവുന്ന ഒരു രീതി അല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ മുഹാജിറുകളുടെ പക്ഷത്ത് നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവാണ് അതിനെ ഖണ്ഡിച്ചത്. അത് നടപ്പുള്ള കാര്യമല്ല. അതിന് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം തന്നെ രണ്ട് വാള് ഒരേ ഉറയിൽ ഒരിക്കലും തങ്ങുകയില്ലാന്നാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് നേതാക്കന്മാർ ഒരേ അവസരം ഒരു സമൂഹത്തിനുണ്ടാവുക എന്നത് സാധ്യമായ കാര്യമല്ല. അതിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിട്ട് നാമനിർദ്ദേശം ചെയ്യുന്നത്. നാമനിർദ്ദേശം ചെയ്തപ്പോൾ അൻസാറുകളിൽ നിന്ന് അദ്ദേഹത്തെ ബയ്യത്ത് ചെയ്തു, അദ്ദേഹത്തിന് അനുസരണ പ്രതിജ്ഞ ചെയ്തു. തുടർന്ന് അൻസാറുകൾ മൊത്തത്തിലും മുഹാജിറുകളും മദീനയിലുണ്ടായിരുന്ന ആബാലവൃദ്ധം
സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തെ ബയ്യത്ത് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരാളുടെയും രക്തം ചിന്തിയിട്ടില്ല എന്നതാണ് വസ്തുത. ഈ വസ്തുത ഉണ്ടായിരിക്കെയാണ് ജബ്ബാർ അവിടെ വാളാണ് പ്രശ്നം പരിഹരിച്ചത് എന്ന് പറയുന്നത്. പിന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ അതിൽ പങ്കെടുപ്പിച്ചില്ല എന്ന ഒരു ആക്ഷേപമാണ്. ഈ ആക്ഷേപത്തിന് യഥാർത്ഥത്തിൽ പ്രസക്തിയൊന്നുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തൻ്റെ പിൻഗാമിയായിട്ട് ഇന്ന ആളാണ് വരേണ്ടത് എന്ന് നിർദ്ദേശിച്ചിട്ടില്ല. അത് ഖുർആനിക വിരുദ്ധവുമാണ്. കാരണം ഖുർആൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എന്താണ്? വഅംറുഹും ശൂറാ ബൈനഹും, അതായത് ഖുർആനിലൂടെ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടില്ലാത്ത മനുഷ്യൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയവും മറ്റുമായിട്ടുള്ള സംഗതികൾ, വിശ്വാസപരമോ ആരാധനാപരമായിട്ടുള്ളതല്ലാത്ത മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നതാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള. ഇവിടെ ജബ്ബാർ പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കുക അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഒന്നുകിൽ ജബ്ബാറിൻ്റെ വിവരക്കേടാണ്, അല്ലെങ്കിൽ വസ്തുതയെ മറച്ചു വെക്കാൻ വേണ്ടി ജബ്ബാർ പറയുന്ന സംഗതിയാണ്. കാരണം അവിടെ ശൂറ, കൂടിയാലോചനാ സമിതി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു സമീപനം ഇസ്ലാമിക സമൂഹം കൈക്കൊണ്ടു. അത് ഖുർആൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് അത് ആ സമൂഹം അവർ കൂടിയാലോചിച്ചു. ഖുർആൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആരെയാണ് രാഷ്ട്രത്തിൻ്റെ നായകനായി സ്വീകരിക്കേണ്ടത്. അങ്ങനെ അവർ കൂടിയാലോചിച്ചെത്തിയിട്ടുള്ളതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നായകനായിട്ട് സ്വീകരിക്കാനുള്ളത്. കാരണം അവർ തന്നെ അവിടെ വെച്ച് പറഞ്ഞിട്ടുള്ള സംഗതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗശയ്യയിൽ കിടക്കുമ്പോൾ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് നാമനിർദ്ദേശം ചെയ്തിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളുടെ മതപരമായ കാര്യങ്ങൾക്ക് ആരെയാണോ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം തന്നെ മതി നമ്മളുടെ ഭൗതികമായിട്ടുള്ള സംഗതികളുടെ ഉത്തരവാദിത്വം ഏൽക്കാൻ. എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യങ്ങളിൽ നേതൃത്വം നൽകിയിട്ടുള്ള ആൾ തന്നെയാണ് നമ്മളുടെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലും നമ്മൾക്ക് നേതൃത്വം നൽകേണ്ടതെന്നാണ്. ഇസ്ലാമിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അധ്യാപനം അല്ലെങ്കിൽ രീതി, കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഭരണാധികാരി പണ്ഡിതനായിരിക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പ്രവാചകത്തിൻ്റെ 1-ാമത്തെ ദിവസം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ നബിയിൽ നിന്ന് കാര്യങ്ങൾ കേട്ടും കണ്ടും നബിയോട് ചോദിച്ചറിഞ്ഞും ഒക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല ഇസ്ലാമിക മാർഗത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോളം ത്യാഗം സഹിച്ചിട്ടുള്ള മറ്റൊരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഴിച്ചാൽ കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നമ്മളുടെ ഭൗതിക നേതൃത്വം വഹിക്കാൻ ഏറ്റവും അർഹനായിട്ടുള്ള ആൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് അവർ ഏകകണ്ഠമായിട്ട് അംഗീകരിക്കുകയും അദ്ദേഹത്തെ ഖലീഫയായിട്ട് രാഷ്ട്രത്തിൻ്റെ നായകനായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നല്ലാതെ അവിടെ യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ കുടുംബത്തെ മാറ്റി നിർത്തുക, അല്ലാത്തവർ അധികാരം കൈയാളാൻ വേണ്ടി ഗൂഢാലോചന നടത്തുക തുടങ്ങിയുള്ള യാതൊരു സംഗതിയും അവിടെ നടന്നിട്ടില്ല. അങ്ങനെ ഒന്ന് നടക്കണമെങ്കിൽ ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വേണം. ആ കൽപ്പന അല്ല, എൻ്റെ കുടുംബത്തിനായിരിക്കണം അധികാരം. അതായത് കുടുംബാധിപത്യം എന്നത് ഇസ്ലാമിൻ്റെ രീതിയല്ല എന്നുള്ളതാണ്. അപ്പോൾ കുടുംബാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് അവിടെ സഹാബിമാർ കൈക്കൊണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ജബ്ബാറിനെ പോലുള്ള ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ ഈ രീതി കൈക്കൊള്ളുകയാണ് അല്ലെങ്കിൽ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്, അതിനെ പിന്തുണക്കുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഇസ്ലാമിനോടും പ്രവാചകനോടുള്ള വിദ്വേഷവും വിരോധവും അസൂയയും കാരണം അത് അംഗീകരിക്കാൻ ജബ്ബാറിന് സാധ്യമല്ലാതെ പോകുന്നു എന്നത് ജബ്ബാറിൻ്റെ ഗതികേടാണ്, ഇസ്ലാമിൻ്റെ കുറ്റമല്ല
എന്നതാണ് വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അലി ആയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എന്ന ആളായിരിക്കണം എൻ്റെ ശേഷം ഭരണാധികാരിയാവുന്നത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിർദ്ദേശിച്ചിട്ടില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷിയാക്കൾ എന്ന് പറയുന്നു എന്നതല്ല പ്രശ്നം. ഷിയാക്കൾ തന്നെ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അലിക്ക് അധികാരം കിട്ടണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നുവോ ഇല്ലേ എന്നത് മറ്റൊരു കാര്യമാണ്. അത് മനുഷ്യ സഹജമായിട്ടുണ്ടാകാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റും പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിർദ്ദേശിച്ചിരുന്നു എന്ന് പറയുന്നത് അത് അസംബന്ധമാണ്, കളവാണ്, ഖുർആനിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധവുമാണ്. സഹാബിമാർക്കാർക്കും അങ്ങനെ ഒരറിവില്ല. അതുകൊണ്ട് തന്നെ സഹാബിമാർ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായോ നബി കുടുംബത്തെ അവഗണിച്ചുകൊണ്ടോ അല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശൂറയുടെ താല്പര്യമനുസരിച്ചാണ് എന്നുള്ളത് കണ്ണുള്ളവർക്ക്, കാതുള്ളവർക്ക്, സന്മനസ്സുള്ളവർക്കൊക്കെ കാണാവുന്നതും വായിക്കാവുന്നതുമായ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. ഇതിനെ മറച്ചു വച്ച് കള്ളം പറഞ്ഞുകൊണ്ടാണ് ജബ്ബാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ പിന്നീട് അവിടെ കാര്യം തീരുമാനിച്ചത് വാളാണ്, അവിടെ യുദ്ധം തുടങ്ങി എന്ന് പറയുന്നത്. ഈ അവസ്ഥ ഏതാണ്ട് 40 വർഷത്തോളം അല്ലെങ്കിൽ 35 വർഷം അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഇവരുടെ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയാണ് നിലനിന്ന് പോന്നിട്ടുള്ളത് എന്നതും ഒരു വസ്തുതയാണ്. യുദ്ധം തുടങ്ങുന്നത് വേണമെങ്കിൽ അതിൻ്റെ തുടക്കം എന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിൻ്റെ 2ാം പാതിയിലാണ്. അത് തന്നെയും കലാപകാരികളായിട്ടുള്ള രാഷ്ട്രത്തിലെ കലാപകാരികളായിട്ടുള്ള രാഷ്ട്രം തകർക്കാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നാണ് അതിൻ്റെ ഒരു തുടക്കം കുറിച്ചിട്ടുള്ളത്. പിന്നീടാണ് ഇസ്ലാമിക സമൂഹത്തിൽ യുദ്ധവും മറ്റുമൊക്കെ നടക്കുന്നതും അതടിസ്ഥാനത്തിൽ അധികാരികളെ തിരഞ്ഞെടുക്കുന്നത് ശൂറ എന്നതിനും ജനാധിപത്യ രീതി എന്നതിനും പകരം കുടുംബവാഴ്ചയായിട്ട് മാറുന്നതൊക്കെ. അത് ഇസ്ലാമിൻ്റെ കുറ്റമല്ല, ഇസ്ലാം ഉൾക്കൊള്ളാത്ത ആളുകളുടെ കുറ്റമാണ് എന്നത് മാത്രമാണ് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. ഏതായിരുന്നാലും ജബ്ബാർ പറയുന്ന ഈ കള്ളം അത് കള്ളമായി തന്നെ നിലനിൽക്കും എന്നത് കൂടി ഇത്തരുണത്തിൽ ജബ്ബാറും ആളുകളും മനസ്സിലാക്കുന്നത് നല്ലതാണ്.